ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇൻസ്റ്റഗ്രാമിൽ പുതിയതായിട്ട് വന്ന കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാലമായി വന്നിട്ട് ബേസിക്കലി ടിപ്സ് ആൻഡ് ട്രിക്സ് ഓഫ് ഇൻസ്റ്റഗ്രാം. ഞാൻ പറഞ്ഞ പോലെ ഈ ട്രിക്സിൽ ചിലതൊക്കെ വന്നിട്ട് കുറച്ച് കാലമായി, ബട്ട് നിങ്ങൾ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നോട്ടീസ് ചെയ്തില്ലെങ്കിലോ ഈ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് അധിക സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്ന് വിട്ടോണ്ട. ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഇൻസ്റ്റയിലത്തെ പ്രൊഫൈല് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇട്ട പോസ്റ്റും റീൽസൊക്കെ നമുക്ക് ഇപ്പോൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ട ഓർഡറിലോട്ടേക്ക് മാറ്റാൻ പറ്റും. മുന്നേ ഉണ്ടായിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ പോസ്റ്റ് ചെയ്ത് ആ ഓർഡറിൽ തന്നെ ആയിരിക്കും അത് കിടക്കുന്നുണ്ടാവുക. ഈവൻ ദോ നമുക്ക് പിൻ ചെയ്യാൻ പറ്റുമെങ്കിലും, അതായത് റീൽസും പോസ്റ്റൊക്കെ പിൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലും നമുക്ക് ഫുള്ളായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അത് പറ്റും. ഇനി ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് എഡിറ്റ് പ്രൊഫൈൽ എടുക്കുക. എഡിറ്റ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ഗ്രിഡ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പോസ്റ്റും റീൽസും നമ്മൾ എങ്ങനെയാണോ ഒറിജിനലി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേ ഓർഡറിൽ കാണിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോസ്റ്റോ റീൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ലോങ് പ്രസ് ചെയ്തിട്ട് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് വെക്കുക. എന്നിട്ട് സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. ഇനി നിങ്ങളിപ്പോൾ ചെയ്ത ഓർഡറിലല്ലായിരുന്നു വേണ്ടത്, മുന്നത്തെ ഓർഡറിൽ തന്നെയാണ് വേണ്ടിയിരുന്നെങ്കിൽ അൺഡു ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി മുന്നത്തെ പോലെ ആവും. ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇത്രയും കൂടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം മെറ്റ AI വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും. അതിൽ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം റീലോ പോസ്റ്റോ എന്തോ കണ്ടു, അതിലെന്തോ ഒരു സംഭവം നമുക്ക് ഐ കാച്ചിങ് ആയി തോന്നി, പക്ഷെ അതെന്താണെന്ന് മനസ്സിലായില്ല കാര്യമായിട്ട്. ഇപ്പം നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ നിൽക്കുകയാണ്, നമുക്ക് വേറെ ഒരു ആപ്പിലോട്ടേക്കും പോകാണ്ട് ഇൻസ്റ്റയിൽ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ നോർമൽ സെർച്ച് ചെയ്യുന്ന സ്ഥലമില്ലേ, അതായത് നമ്മൾ പോസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫൈലോ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് എന്തായിരുന്നു അറിയേണ്ടത് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെറ്റ AI നമുക്കത് സമ്മറൈസ് ചെയ്ത് തരും. മാത്രമല്ല അതിൻ്റെ കൂടെ അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ടോപ്പിക്സും, പിന്നെ ഈ പറഞ്ഞ സംഭവം സമ്മറൈസ് ചെയ്ത് തന്നത് ഏത് സോഴ്സിൽ നിന്നാണ് എടുത്തതെന്നും പിന്നെ ഗൂഗിളിൽ ആ സോഴ്സിലോട്ടേക്ക് പോകാനുള്ള ലിങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫീഡ്ബാക്ക്, അത് നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണോ അതിൽ വന്നതെന്ന് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ നമുക്ക് മെറ്റ AI കൊണ്ട് ഹൈ ക്വാളിറ്റി ഇമേജ് ജനറേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ 5 സെക്കൻഡ് വരെയുള്ള വീഡിയോസും ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചെറുതായിട്ട് താഴെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും മെറ്റ AI എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നമുക്ക് പോർട്രേറ്റിലും ലാൻഡ്സ്കേപ്പിലൊന്നും കിട്ടില്ല. മറ്റേ സ്ക്വയർ ആയിട്ടുള്ള 1:1 ആസ്പെക്ട് റേഷ്യോയിൽ മാത്രമേ കിട്ടുള്ളൂ. അത് നമുക്ക് ഫ്രീ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഗാലറിയിലുണ്ടോ, നമുക്ക് എന്ത് യൂസിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചാറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് മെറ്റ AI എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് പോലെ തന്നെ അത് വരും. എന്നിട്ട് അതിൽ നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാൻ പറ്റും. ബട്ട് മെറ്റ AIൻ്റെതായ ഒരു ആപ്പും അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ജെമിനൈനെ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം, എന്തെങ്കിലും സജഷൻസ് എടുക്കാം, അതുപോലെ ഇമേജും വീഡിയോ ഒക്കെ ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇനി ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസൊക്കെ മറ്റേ സ്ക്വയർ ഷേപ്പിലാണ് തരുന്നതെന്ന്. ഇനി നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡിൽ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഫോട്ടോസ് വേണമെങ്കിൽ സ്റ്റോറി സെക്ഷനിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ AI ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് എന്താണോ വേണ്ട പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത് തരും. സ്റ്റോറി പോസ്റ്റ് ചെയ്ത ആ സെക്ഷനിൽ എത്തുമ്പം ജസ്റ്റ് മേലത്തെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗാലറിയിൽ നമുക്ക് കിട്ടും. പിന്നെ വേറെ മെറ്റ AIൻ്റെ ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു ഐക്കൺ ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് AI ബോട്ട്സും അവൈലബിൾ ആണ്. അവരോട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ സാധനം ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അത് എത്രത്തോളം പ്രൈവസി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും സംഭവം ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ്സ് പറയട്ടോ ഇങ്ങനെ എന്താ സംഭവം എന്നൊക്കെ. ഇനി അടുത്ത ഫീച്ചറാണ് ബ്ലെൻഡ്. ബ്ലെൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ചാറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ ഇങ്ങനത്തെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് പ്രസ് ചെയ്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒരു റിക്വസ്റ്റ് പോവും. നമ്മളെ റീൽസിൻ്റെ സജഷനും അവരുടെ റീൽസിൻ്റെ സജഷനും നമുക്ക് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള റീൽസ് നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനെ കൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആരെ ബ്ലെൻഡിലാണോ ഉള്ളത് നമുക്കും അയാൾക്കും കോമൺ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള റീൽസിൻ്റെ സജഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ റീല് കണ്ടിട്ട് അയാൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ താഴെ തന്നെ നമുക്ക് മെസ്സേജിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, പിന്നെ റിയാക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ്ലി അയാൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു റീല് കണ്ടിട്ട് ഇയാൾക്ക് ഇതിനെ വെച്ചിട്ട് ഒരു മെസ്സേജ് അയക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സെൻഡ് പോയി അയാളെ കണ്ടുപിടിച്ച് എന്നിട്ട് താഴെ മെസ്സേജ് അയച്ച് അത്രയും പ്രോസസ്സൊക്കെ കട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാനും പറ്റും, റിയാക്ഷൻ ചെയ്യാനും പറ്റും ബ്ലെൻഡിലൂടെ. പിന്നെ വേറെയുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന് വെച്ചാൽ, പക്ഷേ എനിക്ക് 12 മണിക്ക് മെസ്സേജ് ഹാപ്പി ബർത്ത്ഡേ എന്ന് അയക്കാനുള്ള ഒരു സാഹചര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് അടിച്ചിട്ട് സെൻഡ് ചെയ്യുന്ന ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഏത് ടൈമിലാണോ ഏത് ഡേറ്റിലാണോ AM ആണോ PM ആണോ എന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ആ ചാറ്റിൽ നമുക്ക് താഴെ കാണുകയും ചെയ്യാം ഒരു മെസ്സേജ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ മെസ്സേജ് എത്ര മണിയാണെന്നും അതിൽ തന്നെ കാണിക്കും. നിങ്ങൾക്കിപ്പം ആരെങ്കിലും പറഞ്ഞാൽ ഒരു 4 മണിയാകുമ്പം ഈ സാധനം വാങ്ങാൻ ഓർമ്മിപ്പിക്കാൻ ഒരു മെസ്സേജ് ഇട്ടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിലോ അപ്പം ഇപ്പം തന്നെ മെസ്സേജ് ഇട്ടിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി.
അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.